ഇവിടെ ബലറാമേ ജയിക്കുള്ളൂ. MBR തന്നെ. തലയില് ബലറാം ജയിക്കും. MBR ജയിക്കും. തൃത്താല മറ്റേ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയിക്കുക. MP രാജേഷ് തന്നെ വരും. തൃത്താലയ്ക്ക് ബലറാമാണ് ഫസ്റ്റ്. ഇവിടെ രാജ്യത്തെ ജയിക്കുള്ളൂ, വേറെ ആരും ജയിക്കില്ല. MP രാജേഷ്. രാജേഷാണ് ജയിക്കാൻ ചാൻസ്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃത്താല മണ്ഡലത്തിലെ കുമരനെല്ലൂരാണ്. ഇവിടെ നമ്മൾ വോട്ടർമാരെയൊക്കെ നേരിട്ട് കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ കൂടി ചോദിക്കാൻ പോവുകയാണ്. ഈ മണ്ഡലത്തിലെ MP രാജേഷ് തുടരുമോ അതോ VT ബലറാം ഈ മണ്ഡലം തിരിച്ചു പിടിക്കുമോ, അതോ BJPക്ക് ഇത്തവണ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിയുമോ? ഇത്തരത്തിലുള്ള ചർച്ചകളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നമ്മുടെ വോട്ടർമാരോട് നേരിട്ട് ചോദിച്ചറിയാം. ചേട്ടാ, എന്താണ് ഇവിടുത്തെ ഒരു സ്ഥിതിഗതികളൊക്കെ? MP രാജേഷ് ജയിക്കുമോ അതോ VT രാജേഷ് ജയിക്കുന്നുള്ളത് യാതൊരു സംശയമില്ല. 5 വർഷം കൊണ്ട് MP രാജേഷ് ഇവിടെ നടപ്പിലാക്കിയ റോഡ്, പാലങ്ങൾ, സ്കൂളിൻ്റെ വികസനം, മൊത്തത്തിൽ എല്ലാ ആശുപത്രികളിലൊക്കെ ഒരുപാട് മാറ്റം വന്നു. 5 വർഷം മുന്നേ ഉള്ള തൃത്താലല്ല എന്നുള്ളത് ഇവിടുത്തെ ഏത് കുട്ടികൾക്കും അറിയാം. ഭയങ്കരമായിട്ടുള്ള മാറ്റങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ നിങ്ങൾ വരുമ്പോൾ തന്നെ കാണാം ഇവിടുത്തെ ഏത് റോഡാണ് മോശമുള്ളത്. ഇപ്പോൾ ഇവിടെ നിന്ന് ഈ നീലാട് തൊട്ടിട്ട് പടിഞ്ഞാറങ്ങാടി വരുന്ന റോഡാണ് ഇപ്പോൾ മോശമുള്ളത്. ഞാൻ റോഡ് ഷോ ഡ്രൈവറാണ്, ഇലക്ട്രിക്കിൻ്റെ വണ്ടിയാണ്. സുന്ദരമായിട്ട് ഇവിടുന്ന് ഇപ്പോൾ തൃശ്ശൂരൊക്കെ പോയി വരണമെങ്കിൽ 1.25 മണിക്കൂർ മതി ഓട്ടോറിക്ഷയിൽ. അങ്ങനത്തെ ഒരു ഭരണം പോവില്ല. അത്രയും നല്ല കാര്യങ്ങളാണ് MP രാജേഷ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ബലറാമേ ജയിക്കുള്ളൂ, അതിന് തർക്കമൊന്നുമില്ല. എന്താ കാരണം? കാരണം വ്യക്തിത്വം തന്നെ. വ്യക്തിത്വം അപ്പോ വീട്ടിൽ കൊണ്ടുപോകും. വീണ്ടും ബലറാമേ ജയിക്കും. ഈ മൊത്തത്തിലുള്ള ഒരു ട്രെൻഡ് എന്താ തോന്നുന്നത്? കേരളത്തിൽ 112 സീറ്റ് UDF ഉണ്ടാവും. തർക്കമൊന്നുമില്ലല്ലോ. അപ്പൊ നമ്മുടെ ഈ സർക്കാർ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടില്ല, കുറെ വികസനങ്ങൾ ചെയ്തിട്ടുണ്ടോ? ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കട്ടില് ദൈവങ്ങളുടെ സ്വർണ്ണടക്കം കട്ടില്ല അവര്. പിന്നെ അവർക്ക് എങ്ങനെ വോട്ട് ഈ ആൾക്കാർ രാഷ്ട്രീയം മറക്കുക, വ്യക്തിപരമായിട്ടാണ് പറഞ്ഞത്. ഈ സ്വർണ്ണം കക്കാൻ പാടില്ല അയ്യപ്പൻ്റെ. ഞാനൊരു വാവരസ്വാമിയാ, എന്നാലും കൂടി പറയാ കക്കാൻ പാടില്ലല്ലോ. അതുകൊണ്ടൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാവും. 112 സീറ്റ് ഉണ്ടാവും UDFന്. MP രാജേഷ് ജയിക്കോ VT ബലറാം ജയിക്കോ? MBR തന്നെ. 10 കൊല്ലമായിട്ട് സ്വപ്നം കണ്ടവർക്കല്ലല്ലോ, 5 കൊല്ലമായിട്ട് യാഥാർത്ഥ്യമായിട്ട് നമുക്ക് വോട്ട് കൊടുക്കേണ്ടത്. അതുകൊണ്ട് MBR തന്നെ. ഇവിടെ ഇപ്പോൾ ആര് ജയിക്കും എന്ന് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല. ഒരു ടൈറ്റ് മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ 5 വർഷം ഇവർ ചെയ്തത് എന്താണെന്നുള്ളത് നോക്കുമ്പോൾ പണി തീരാത്ത കുറേ റോഡുകളുണ്ട്, കുറേ പാലങ്ങളുണ്ട്. ഇതൊക്കെ ഇവിടെ പണി തീർന്നിട്ടില്ല. ശരിക്കും ഇവർ പറഞ്ഞ പണി തീർന്നതാണ്, പണി ഒന്നും തീർന്നില്ല. പിന്നെ വികസനങ്ങൾ വന്നിട്ടുണ്ടോ? സർക്കാരിൻ്റെ എന്ത് വികസനം? ഒന്നും വന്നിട്ടില്ല. എന്താണ് ഇവിടെ വികസനം ഉള്ളത്? ഒരു വികസനം കാഴ്ചപ്പാടിലൊന്നും കാണാനില്ല. തൃത്താല മണ്ഡലത്തിൽ നമുക്ക് ഉറപ്പ് പറയാനൊന്നും പറ്റില്ല. 2 ടീമും ഓരോ ടൈമിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ MP ആണെങ്കിലും ഇപ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ VT ആയിരുന്നപ്പോഴും അയാളും കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ MP ആകുമ്പോൾ അയാൾ മന്ത്രിയായിരുന്നു. അപ്പോൾ അയാൾക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അപ്പോൾ അയാൾക്ക് ചെറിയൊരു മുൻതൂക്കമുണ്ട്. VT ആകുമ്പോൾ അന്ന് അയാൾ MLA മാത്രമായിരുന്നു. അപ്പോൾ ആ സമയത്തുള്ള അയാൾക്ക് പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഒരു ഭരണവിരുദ്ധ വികാരം ഇവിടെ നിൽക്കുന്നില്ല. അതൊന്നും നമുക്ക് പറയാൻ പറ്റും. രണ്ടും ഒരു ബലാബലത്തിൽ സർക്കാർ തുടരും തോന്നുന്നുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സാധ്യത ഉണ്ട്. എന്തോ മറുപുറം ഫുള്ള് തല്ലല്ലേ. അപ്പോൾ ഇത് ടൈറ്റ് കോമ്പറ്റീഷൻ ആയിരിക്കും. ടൈറ്റ് കോമ്പറ്റീഷൻ. പിന്നെ ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ. VT ബലറാം ജയിക്കും. ഉറപ്പാണ്, ഒരു സംശയമില്ല. ഇവിടെ രാജേഷ് വികസനം കൊണ്ടുവന്നിട്ടുള്ളത് മദ്യത്തിന് മാത്രമാണ്. വേറെ ഒന്നിനും ഇല്ല. 29 ബാറിന്ന് 900 ബാർ കൊടുത്തിട്ട് വികസനം കൊണ്ടുവന്നിട്ടുണ്ട്. ബാക്കിയൊക്കെ കണക്കന്നെ. ഇപ്പോൾ ഈ ഒരു 2-3 മാസം മുമ്പ് മുതലാണ് ഇവിടെ റോഡിൻ്റെ പണികളൊക്കെ നടന്നത്. അതിന് മുന്നൊക്കെ ഇവിടുത്തെ ആളുകളുടെ ദുരിതം എന്താണെന്നുള്ളതൊക്കെ നന്നായിട്ട് അറിയാം. പക്ഷേ ഏറ്റവും കൂടുതൽ വികസനം കൊണ്ടുവന്നിട്ടുള്ളത് ബാറാണ്. ഇവിടുത്തെ യുവാക്കളിലൊക്കെ അതിലേക്ക് ഇറക്കിയിട്ട് മദ്യം കുടിപ്പിക്കാൻ മാത്രമേ ഉള്ളൂ. പിന്നെ അതേമാതിരി തന്നെ ഇവിടെ ഭയങ്കരമായിട്ട് ഈ മക്കൾ വല്ലാതെ മോശത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ 9 മണിക്ക് 10 മണിക്ക് അടച്ചിരുന്ന ബാറ് കൊണ്ടുപോയിട്ട് 12 മണിക്ക് ഇവരാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് മക്കളൊക്കെ കുടിയിൽ കിട്ടായിട്ടുള്ള വീട്ടമ്മമാരൊക്കെ ഭയങ്കര വേചാറില്ല. അത്ര നല്ല വികസനം ഇവർ കൊടുക്കുന്നുണ്ട്. നല്ല വികസനം, പിന്നെ പെൻഷൻ കൂട്ടലും, എല്ലാ വിധത്തിലുള്ള റോഡുകളൊക്കെ എല്ലാ പണികളും. ഇനിയൊന്നും ചെയ്യാത്ത പണികളില്ല. ഇനി ഒരു 5 കൊല്ലം കൂടി കിട്ടുകയാണെങ്കിൽ റോഡ്, പാലം ഒക്കെ ഒരു ശരിയാവും. വേറെ ഒന്നുമില്ല. എല്ലാം കംപ്ലീറ്റ് ഒക്കെ ക്ലിയറാക്കുള്ളൂ. അതൊക്കെ വികാരമൊക്കെ പറയണതല്ലേ, മനസ്സിലായ? ഒരു വികാരവും ഇല്ല. കാരണം പെൻഷൻ കൂട്ടി കൊടുത്തില്ലേ, 1600 2000 ആക്കില്ലേ.
അങ്ങനെ എല്ലാ ഇതും കാണും. ഇനിയിപ്പോൾ അടുത്ത 3000 ആക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഭരണത്തിൽ കയറി കഴിഞ്ഞാൽ ഉടനാക്കും. പിന്നെ 1000 റുപ്യ കൊടുക്കണേ മറ്റേ സ്ത്രീകൾക്ക് 35 വയസ്സായ സ്ത്രീകൾക്ക് 1000 റുപ്യ കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് കാരണമല്ലേ? അതിലും ഒരു വികാരവും ഇല്ല, മനസ്സിലായ? അനുകൂലാണ്, സർക്കാരിന് അനുകൂലമാണ്. അനുകൂലമാണ്. തൃത്താല മറ്റേ സ്വതന്ത്ര സ്ഥാനാർത്ഥി ജയിക്കുക. എൻ്റെ അഭിപ്രായമാണ്. കാരണം എന്താ? കാരണം മറ്റ് പാർട്ടിക്കാരൊക്കെ മഹാമോശ. അപ്പോൾ ഇടതുപക്ഷ സർക്കാർ വികസനങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നാണോ പറയണേ? വികസനം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നാളെ വേറെ പാർട്ടി വരച്ചാൽ അവർ വികസനം ചെയ്യില്ലേ? വികസനം ചെയ്യും, പക്ഷെ അവർക്ക് വോട്ട് ചെയ്യില്ല, അങ്ങനെയാണോ? വോട്ട് ചെയ്യാർക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയിലെ ഏറ്റവും നല്ലത് ഭാരതീയ ജനതാ പാർട്ടി അധികാരത്തിൽ വരണമെന്നാണ്. അല്ലല്ല, എം ജി രാജേഷ് ഒന്നുമില്ല. ഭാരതീയ ജനത മാഷ് ജയിക്കും. ഉണ്ണിഷൻ മാഷ് വോട്ട് ചെയ്താലേ എല്ലാവരും. ഉണ്ണിഷൻ മാഷ് ജയിക്കും. ജയിക്കണം, എന്നാലേ നാടിന് അഭിവൃദ്ധി ഉണ്ടാവുള്ളൂ തൃത്താലയ്ക്ക്. അല്ല, മറ്റ് രണ്ട് പാർട്ടികൾ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്, ഇടതും വലുതും. അപ്പോൾ ഇവിടെ വികസനം കാര്യങ്ങളും വേണമെന്നുണ്ടെങ്കിൽ മാഷ് ജയിക്കണം. മാഷെ പോലെ അനവധി BJP MLA വളർന്നു. എന്നാലേ ഇപ്പോൾ മോഡി കണ്ടില്ലേ കേന്ദ്രം ഭരിക്കുന്നത്, സുഗമമായ ഭരണമല്ലേ? അങ്ങനത്തെ ഒരു കാഴ്ചപ്പാട് വരണം ഇന്ത്യ രാജ്യം, കേരളത്തിലും വരണം. ഇടതുപക്ഷം പ്രഖ്യാപനം മാത്രമാണ്, പ്രവർത്തനമില്ല, ഒന്നും നടപ്പിലാക്കി. എന്തൊക്കെ പ്രഖ്യാപനം ഈ മണ്ഡലത്തിലും ഇവിടെ ഒക്കെ പ്രഖ്യാപിച്ച് ഇതുവരെ അതൊന്നും ഇവിടെ വന്നിട്ടില്ല. പ്രഖ്യാപനം ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച്, അപ്പുറത്ത് പ്രഖ്യാപിച്ച്, ഇപ്പുറത്ത് പ്രഖ്യാപിച്ച്, പ്രഖ്യാപനങ്ങൾ മാത്രം നടക്കുന്നു എന്നല്ലാതെ ഒരു പ്രവർത്തനമില്ല. കേരളത്തിൽ വികസനം ഒന്നും ഉണ്ടായില്ലേ കഴിഞ്ഞ 10 വർഷക്കാലം? വികസനം അവർക്ക് മാത്രമേ ഉണ്ടായിരിക്കണം, ജനങ്ങൾക്ക് താരതമ്യമായിട്ട് ഒന്നുമില്ല. പിന്നെ ഇവിടെ തന്നെ 4.25 വർഷം ഈ മന്ത്രി ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. ഈ അവസാനം ഉണ്ടല്ലോ ഒരു കുളിപ്പിച്ചിട്ട് ഒരു പൗഡർ ഇടിക്കൽ, അത് മാത്രമാണ് റോട്ടിൽ ചെയ്ത്. തലയിൽ ശക്തമായ മത്സരം നടക്കുന്നത്. രണ്ടു കൂട്ടർക്കും തുല്യ ചാൻസ് ഉണ്ട്, പറയാൻ പറ്റില്ല. ബലാബലമായ മത്സരമാണ് നടക്കുന്നത്. മൊത്തത്തിലുള്ള ഒരു ട്രെൻഡ് എന്താണെന്നാ തോന്നണേ? ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഇടത് തന്നെയാണോ? ഇടത് സർക്കാർ തന്നെ അധികാരത്തിൽ വരണം എന്ന് ആഗ്രഹം. അങ്ങനെ തന്നെ തലയിൽ ബൽറാം ജയിക്കും. ബൽറാം ഉറപ്പാണ്. തൃത്താലയ്ക്ക് ബൽറാമാണ് ബെസ്റ്റ്. ബൽറാം എന്തുകൊണ്ടെന്നൊക്കെ ജയിച്ചാ ബൽറാമാണ് നല്ലത്. അതെ. ആര് ജയിക്കും ഇവിടെ? പറയാൻ പറ്റും, ഈക്വലാണ്. ടൈറ്റ് കോമ്പറ്റീഷൻ ആണോ ഇപ്പത്തെ ഒരു ട്രെൻഡ്? എന്താ തോന്നണത്? എന്താ മൊത്തത്തില്? അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല, അവളുടെ സ്ഥിതി അതാണ്. MBR ജയിക്കും, ഉറപ്പാണ്. 100% ഉറപ്പാണ്. 100% ഉറപ്പാണ്. 100%. സർക്കാരോ? സർക്കാർ തുടർഭരണം ഉണ്ടാവും. ഏകദേശം എത്ര സീറ്റ് കിട്ടും? ഒരു 90-ന്റെ ഉള്ളിലാണ് പ്രതീക്ഷിക്കുന്നത്. മൊത്തത്തിൽ ഈ ഒരു ട്രെൻഡ് എന്താണെന്നാ തോന്നുന്നത്? ഇപ്പൊ LDF തരംഗാണ്. LDF ജയിക്കും എന്നാണ് മൊത്തത്തിൽ തോന്നുന്നു. തൃത്താലയ്ക്ക് ബൽറാമാണ് ബെസ്റ്റ്. ആ പോസ്റ്ററിലുള്ള മാതിരി അടിപൊളിയാണ്. മൊത്തത്തിലുള്ള ഒരു ഇതെന്താ തോന്നുന്നത്? സർക്കാരിന്റെ ഭരണം അത് വിരുദ്ധ വികാരമാണോ? എന്താണ്? ആര് ഭരിച്ചാലും നമുക്ക് നമ്മളുണ്ടാക്കണം. പിന്നെന്താ, ഒരു പ്രശ്നമില്ല. ആര് ജയിച്ചാലും നമുക്ക് എന്താ. സർക്കാർ ഏത് വരണമെന്ന് ആഗ്രഹം? UDF. മാറ്റം വരട്ടെ. ഭരണം വേണ്ട. മൊത്തത്തിലുള്ള ഒരു ട്രെൻഡ് ഇടതിന് പ്രതികൂലാണോ അതോ അനുകൂലാണോ എന്നാ തോന്നുന്നേ? UDF വരട്ടെ. BT ബൽറാം ജയിക്കും, ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. MP രാജേഷ് മണ്ഡലത്തിലെ വികസനങ്ങൾ രാജേഷ് എന്ത് ഈ 5 കൊല്ലത്തിൻ്റെ ഉള്ളിൽ അവിടെ സ്കൂൾ കയറ്റി, അവിടെ ഹോസ്പിറ്റൽ കയറ്റി, അതുകൊണ്ടൊന്നും കാര്യമില്ല. ജനങ്ങൾക്ക് അതൊന്നുള്ള ഒരു കാര്യമില്ല. BT ബൽറാം MLA ആയിരിക്കുന്ന സമയത്താണ് ഈ റോഡൊക്കെ വികസനം നടത്തിയത്. ഈ കുടിവെള്ളം, ഈ കള്ളിക്കുന്നിൽ കുടിവെള്ളം വന്നത് അത് BT ബൽറാമിൻ്റെ ഫണ്ടാണ്, രാജേഷിൻ്റെ ഫണ്ടൊന്നല്ല. ഒന്നും ചെയ്തിട്ടില്ല. അയാൾ എന്ത് ചെയ്തെന്നാ പറഞ്ഞ ഒക്കെ BT ബൽറാം തുടങ്ങി വെച്ചതാ. ആ വെച്ചതിൻ്റെ പുറത്ത് അവർ ഉദ്ഘാടനം കഴിക്കുന്നുണ്ട്, അത്രേ തന്നെ ഉള്ളൂ. അന്നേരം ആർക്കാ തോന്നിച്ചാൽ അവർക്ക് ചെയ്യാം. ആളെ നോക്കിയിട്ടാണോ വോട്ട് ചെയ്യുക? അങ്ങനൊന്നുമില്ല, ഇപ്പൊ എന്താ തോന്നുന്നു അതേമാതിരി ചെയ്യാം. ആഗ്രഹം തൃത്താലയിൽ വീട്ടിൽ വരണം തന്നെയാണ്. കാരണം ഇവിടെ ഒരു MLA എന്ന് എല്ലാവർക്കും ഈ തൃത്താല എന്ന്, ഞങ്ങളിപ്പോൾ പ്രവാസിയാണ്, ഞാനൊക്കെ ദുബായിലുള്ള ആളാണ്. തൃത്താല എന്ന് പറഞ്ഞിട്ട് മുമ്പൊക്കെ തൃത്താല എന്ന് പറഞ്ഞാൽ എന്ത് തൃത്താല, ഇപ്പം അങ്ങനെയല്ല. തൃത്താല എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, അത് BT ബൽറാം വന്നതിൻ്റെ ശേഷം തന്നെ ഈ റോഡിൻ്റെ കാര്യം എല്ലതും BT ബൽറാം വന്നതിൻ്റെ ശേഷം തൃത്താലയ്ക്കൊരു ആവേശം തന്നെ. അപ്പോൾ എന്തായാലും തൃത്താലയിൽ BT എന്നെ വരണം, അതാണ് ഞങ്ങളുടെ ആഗ്രഹം. രാജ്യത്തെ ജയിക്കുള്ളൂ, വേറെ ആരും ജയിക്കില്ല. ആരും ജയിക്കില്ല, ഉറപ്പാണ് അല്ലേ? അത് ഞങ്ങൾ ഇവിടെ രാജ്യത്തിന് ജയിപ്പിക്കുള്ളൂ.
കിട്ടും ജയിച്ചാലും വേണ്ട പെൻഷൻ കിട്ടിയാ പെൻഷൻ ആര് ജയിച്ചാലും വേണ്ട തോറ്റാലും വേണ്ട ഇപ്പൊ കൃത്യമായിട്ട് മാസം നമുക്ക് ഇപ്പൊ കൃത്യമായിട്ട് പെൻഷൻ കിട്ടുന്നില്ലേ കിട്ടുന്നുണ്ട് ആ അപ്പൊ അവരെന്നെ അതേമാതിരി തന്നെ വേണം വീട്ടിൽ വളരാം വീട്ടി ബൽറാം ഉറപ്പാണോ ഉറപ്പാണ് എത്ര വോട്ടിന് എത്ര പറയാൻ പറ്റില്ല അത് പറയാൻ പറ്റില്ല പറ്റില്ല വീട്ടിൽ ബൽറാം ജയിക്കും 7500 വോട്ടിന് എന്തായാലും വമ്പ ഭൂരിപക്ഷത്തില് വീട്ടിൽ കൊണ്ടുപോകും വീട്ടിൽ കൊണ്ടുപോകും തൂത്തുവാരും ഇവിടെ MLA എന്ന് അറിഞ്ഞത് വീട്ടിൽ ബൽറാം വന്നിട്ടാ അല്ലാതെ ഇവിടെ ഈ തൃത്താലയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല അറിഞ്ഞിരുന്നില്ല ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഒരു MLA നമ്മൾ കണ്ടിട്ടൊന്നുമില്ല ഞാൻ ഇടതുപക്ഷക്കാരനായിരുന്നു ആദ്യം നമുക്കറിയാം നമ്മൾ കണ്ടുകയായിരുന്നു അപ്പോൾ വീട്ടിൽ ബൽറാമിന് തന്നെ ഇവിടെ ഏത് കുട്ടികളോട് ചോദിച്ചാൽ വീട്ടിൽ ബൽറാം MLA എന്ന് പറഞ്ഞാൽ വീട്ടിൽ ബൽറാം എന്നാണ് പറഞ്ഞിരുന്നത് എല്ലാവർക്കും അറിയപ്പെടുള്ളൂ അങ്ങനെ ആക്കി മാറ്റിയതാ ഒരു 5 വർഷം സ്വാഭാവികം അങ്ങോട്ടും കൊണ്ടൊക്കെ കയറ്റമൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്രാവശ്യം 7500 വോട്ടിന് വീട്ടിൽ ബൽറാം എന്തായാലും കൊണ്ടുപോകും വോട്ട് ഉറപ്പല്ലേ ഒരു മാറ്റമില്ലല്ലേ ഇതിൽ ട്രെൻഡ് തന്നെ എന്തായാലും CPM-ന്റെ അടിത്തറ അളവും ഫേസ്ബുക്കിൽ ഇങ്ങനെ അഭിപ്രായം പറഞ്ഞ ഒരാളാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി UDF-ൻ്റെ ഈ വയനാട് പാവപ്പെട്ട ദുരിതരെ ഈ പറ്റിച്ച പൈസ ഈ പിരിച്ചുണ്ടാക്കിയ പൈസ ഒരു യഥാർത്ഥ കണക്ക് പറയാൻ ഇവർക്ക് പറ്റിയില്ല ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അയാൾ ഇന്നവരെ ഞങ്ങൾ ഒരു 4 കോടി യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് പറയും KPCC പ്രസിഡന്റ് 5.6 കോടി പറയും വേറൊരാൾ വേറെ കോടി പറയും ഞങ്ങൾ ഇത്ര റുപ്യ പിരിച്ച് ഇത്ര റുപ്യ ചിലവാക്കി ഇത്ര ദിവസം കൊണ്ട് ഇത്ര വീടിൻ്റെ പണി നടത്തും എന്നുള്ള പറയാം കേരളത്തിലെ ജനങ്ങൾ പൊട്ടന്മാരല്ലോ ഇവിടെ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും DYFI ഈ 20 വീടിനാണ് ആകെ പൈസ കൊടുക്കാന്ന് പറഞ്ഞു 25 വീടിന് 100 വീടിൻ്റെ പൈസ കൊടുത്ത് എങ്ങനെ കൊടുത്തു ഒരു ഉറുപ്പ്യ നാട്ടിൽ നിന്ന് പിരിച്ചില്ല ഇവിടെ കംപ്ലീറ്റ് ഹോട്ടലുകളിൽ പണിയെടുത്ത് ബിരിയാണി ചലഞ്ച് നടത്തി സ്ക്രാപ്പുകൾ ഇതാക്കി ഇപ്പം എൻ്റെ വീട്ടിലൊക്കെ ഡിൻഡലിലൊക്കെ ഇറക്കിയ കമ്പി വരെ ഞാൻ കൊടുത്തിട്ടാണ് ആ പൈസ നമ്മൾ ഉണ്ടാക്കിയത് അപ്പോൾ അങ്ങനത്തെ ആളുകളെയും ഇങ്ങനത്തെ ഈ നാവിടുത്തെ നോട പറയുന്ന ആളുകളൊക്കെ കേരളത്തിലെ ജനങ്ങളും പ്രബുദ്ധരായ തൃത്താലത്തെ ജനങ്ങൾ തിരിച്ചറിയും വൻ ഭൂരിപക്ഷത്തോടു കൂടി എം പി രാജേഷ് ജയിക്കും ടെറസ് വീട്ടിൽ നിന്ന് അത് പൊളിച്ചു മാറ്റിയിട്ട് ഒരു ഓല വീട്ടിൽ കയറിയിരിക്കാൻ ആരെങ്കിലും താല്പര്യപ്പെടുമോ ഇല്ലല്ലോ നമ്മളെ ജീവിത നിലവാരം മൊത്തം മാറിയില്ലേ അത്ര വളരെ സിമ്പിളാണ്